കൊടാലിയിൽ പാമ്പ് കടിയേറ്റ സഹോദരങ്ങളുടെ വീടിന്റെ തറയുടെ ഒരു ഭാഗം ഇപ്പോൾ പൊളിച്ചു പരിശോധിക്കുകയാണ്. സർപ്പ ടീം എത്തിയാണ് പരിശോധന നടത്തുന്നത്. തുടർച്ചയായി പാമ്പിനെ കാണുന്ന പശ്ചാത്തലത്തിലാണ് പൊളിച്ചു പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജെയ്സൺ ചാവോളപ്പിൽ ഇപ്പോൾ സ്ഥലത്തുനിന്ന് ചേരുന്നു. ജെയ്സൺ, 10-15 ഒക്കെ ഒരു പക്ഷേ വെള്ളിക്കെട്ടൻ കുഞ്ഞുങ്ങൾ അവിടെ കണ്ടേക്കാം. അതെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്ത് കാണുന്നില്ല. വീടിനുള്ളിൽ തറയോട് ചേർന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവാനുള്ള സാധ്യതയാണോ ഇപ്പോൾ പരിശോധിക്കുന്നത്, ടോയ്ലറ്റിന്റെ ഭാഗത്ത്? അരുൺകുമാർ, തീർച്ചയായും ഇപ്പോൾ കോടാലിയിൽ 8 വയസ്സുകാരൻ്റെ മരണത്തിനിടയാക്കിയ പാമ്പ് കടിയേറ്റ വീടിൻ്റെ സമീപത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ പരിശോധന എന്ന് പറയുന്നത് 5 പാമ്പുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് കണ്ടെത്തുന്നത്. അതോടുകൂടി ആശങ്ക വർദ്ധിച്ചു. ഈ ആശങ്ക വർദ്ധിച്ചു. ഇപ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ രാത്രി ദീപു, നമ്മുടെ ചാലക്കുടി RRTയിലെ റെസ്ക്യൂ ടീമാണ്. അപ്പം സർപ്പ വോളണ്ടിയേഴ്സ് ഇന്നലെ വന്നിരുന്നു. വൈകിട്ട് ഒരു 6:30 സമയത്ത് ഒരു പാമ്പിനെ, കുഞ്ഞിനെ വീണ്ടും കണ്ടു അകത്തന്നെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവർ കുറേയൊക്കെ അവിടെയൊക്കെ പൊളിച്ചു, ഈ ട്രാപ്പിൻ്റെ അവിടെയൊക്കെ പൊളിച്ചു നോക്കി, എന്നിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് കണ്ടെത്താനായില്ല. അങ്ങനെ ഇവർ തിരിച്ച് എത്ര മണിക്ക് 10 മണിക്ക് വീണ്ടും കണ്ടു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇവർ പോയി രാത്രി 10 മണിക്കാണ് വീണ്ടും ആ ഒരു ട്രാപ്പിൻ്റെ സൈഡിൽ നിന്ന്. ഇതിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയില്ല, ഈ പരിസരത്ത് തന്നെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത. ഒരു 90% നമ്മളിപ്പോൾ പരിശോധന നമ്മൾ നടത്തിയതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പൈപ്പ് പോയുന്നതിൻ്റെയും ഏതാണ്ട് ഒരുപാട് പൈപ്പുകളോട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തറ പൊട്ടിച്ചിട്ടാണ് ഇവർ ഈ പൈപ്പ് കയറ്റുക. സ്വാഭാവികമായിട്ടും അവിടെ കരിങ്കല്ലിൻ്റെ വിടവുകളും കാര്യമുണ്ടാവും. അപ്പോൾ മുട്ടയിടാറായിട്ടുള്ളൊരു വെള്ളിക്കെട്ടൻ പാമ്പ് നേരെ ഈ ഒരു ഗ്യാപ്പിലേക്ക് കയറി ഒരു പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കാം. അതായത് ഈ പൈപ്പ് കുറച്ച് അങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് നിൽക്കണേ. അപ്പോൾ അതിനകത്തേക്ക് കയറാനായിട്ട് അവർക്ക് സാധിക്കില്ല. തീരെ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ഒരേ റൂട്ടിൽ കൂടെയാണ് മുകളിൽ കയറുന്നതല്ലേ ശരിക്കും? ഈ മുറിക്കകത്തേക്കാണ് നമുക്കൊരു 3ാമത്തെ പാമ്പ് കിട്ടിയത് നമുക്ക് പുറത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ നോർമലി വെള്ളിക്കെട്ടൻ മുട്ടയിടുന്നത് ഏതാണ്ട് ഒരു 10-15 മുട്ടയോളം ഇടും. അപ്പോൾ ഈ മുട്ട ഇവിടെ എവിടെയെങ്കിലും ഒരു സ്പേസിലുണ്ടാവും. അവർക്ക് ഇപ്പോൾ നേരത്തെ അകത്ത് കണ്ട 4 പാമ്പുകളകത്തല്ലാണ്ട് 4 എണ്ണം കണ്ടതകത്താണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൂടെ അവർ അകത്ത് കടന്നു. ബാക്കി ചിലപ്പോൾ 3-4 അല്ലെങ്കിൽ ചിലപ്പോൾ അതിനധികമോ പുറത്തേക്ക് കടന്നു. ഇപ്പോൾ ഇനി കൂടുതൽ ഉണ്ടാവുണ്ടെങ്കിൽ ഏത് ഭാഗത്ത് ഉണ്ടാകും എന്നാണ് നിങ്ങളുടെ ഒരു നിഗമനം നമുക്ക് പറയാൻ പറ്റില്ല. പൊട്ടിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കൽ കെട്ടാണ്, തറയാണ്. സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഉണ്ടാവാമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കുക, പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിസരത്ത് തന്നെയുണ്ട്, അതുകൊണ്ടാണ് ഈ ഭാഗത്തോടെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ, ബാത്റൂമിൻ്റെ ആ ഒരു വശങ്ങളിൽ നിന്നാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത്.